എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഇനി രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്ന പ്രസാദം നിലക്കടല സാദമാണ്. ഇതും ഒരു ഹെൽത്തി ഡിഷാണ്. കൂടാതെ ഉണ്ടാക്കാനും എളുപ്പമാണ്. ചോറ് വേവിച്ച് വെച്ചാൽ 5 മിനിറ്റ് മതി ഇതുണ്ടാക്കാൻ. ചോറിന് പച്ചരിയോ പൊന്നിയരിയോ ബസ്മതി അരിയോ യൂസ് ചെയ്യുക. മട്ട അരി അത്ര നന്നായിരിക്കില്ല. ചോറ് ഒരുപാട് കുഴഞ്ഞു പോവാതെ ഒന്നിനോടൊന്ന് ഒട്ടാത്ത രീതിയിൽ തയ്യാറാക്കുക. നിലക്കടല സാദം ഉണ്ടാക്കാൻ ഒരു മസാല വറുത്ത് പൊടിക്കണം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ചിരവിയ തേങ്ങ, 3 വറ്റൽമുളക്, 3 സ്പൂൺ നിലക്കടല പച്ചയാണ് എടുക്കുന്നത്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 1.5 സ്പൂൺ വെളുത്ത എള്ള് എന്നിവയാണ്. മസാല വറക്കുവാൻ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച വറ്റൽമുളക്, നിലക്കടല, കടലപ്പരിപ്പ്, എള്ള് എന്നിവ ചേർത്ത് സിമ്മിൽ വറക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, സിമ്മിൽ വെച്ചാലേ നിലക്കടല നല്ലപോലെ വറുത്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ കടലയുടെ പുറം മുരിഞ്ഞിട്ടുണ്ടാവും, ഉള്ള് ഫ്രൈ ആയിട്ടുണ്ടാവില്ല. കൂടാതെ എള്ള് പെട്ടെന്ന് തന്നെ കരിയും. എണ്ണ ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റായാണ് ഇത് വറുക്കേണ്ടത്. 3-4 മിനിറ്റ് സമയമെടുക്കും നല്ലപോലെ എല്ലാം വറുത്തെടുക്കാൻ. ഇനി 2 സ്പൂൺ ഫ്രഷ് തേങ്ങ ചിരവിയത് ചേർത്ത് 1 മിനിറ്റ് വഴറ്റി ഗ്യാസ് ഓഫ് ചെയ്യുക. തേങ്ങയ്ക്ക് പകരം കൊപ്ര എടുക്കാവുന്നതാണ്. ഇനി വഴറ്റിയ അതേ പാനിൽ തന്നെ വെച്ചാൽ പാനിൻ്റെ ചൂടിൽ മസാല കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വറുത്ത മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് പൾസിൽ പൊടിക്കുക. പൾസിൽ പൊടിക്കാൻ പറയുന്നതിന് കാരണം നമ്മൾ ചേർത്ത നിലക്കടല, എള്ള് എന്നിവ സാധാരണ പോലെ പൊടിച്ചാൽ അവയിൽ നിന്ന് എണ്ണ കിനിഞ്ഞ് കുഴഞ്ഞു വരും. അതുകൊണ്ട് നിർത്തി പൾസിൽ അടിച്ചെടുക്കുക. നൈസായി പൊടിക്കേണ്ട, ലേശം തരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതി. പൊടിച്ച മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഈ മസാലപ്പൊടി 3 സ്പൂണോ 4 സ്പൂണോ ചേർക്കാം. ബാക്കി സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് നിലക്കടല സാദം തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായാൽ 2 സ്പൂൺ നല്ലെണ്ണയും 1 സ്പൂൺ നെയ്യും ചേർക്കുക. ഇനി എണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 സ്പൂൺ കടലപ്പരിപ്പ്, 2 വറ്റൽമുളക് രണ്ടായി മുറിച്ചത്, 2 സ്പൂൺ അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് സിമ്മിൽ വഴറ്റുക. കടുക് നല്ലപോലെ പൊട്ടണം. അതുപോലെ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും മൂത്ത് ചുവന്നു വരണം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നുവെങ്കിൽ ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ഉപ്പ് ചേർത്തല്ല ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേവിച്ച ചോറ് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ പൊടിച്ച മസാല 4 സ്പൂൺ ചേർക്കുക. ചോറിനനുസരിച്ച് മസാല ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ചോറായതുകൊണ്ടാണ് 4 സ്പൂൺ ചേർത്തത്. കൂടുതൽ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വറുത്ത് പൊടിക്കണം. കുറച്ച് കറിവേപ്പില തൂവി അലങ്കരിക്കാം. നല്ല സ്വാദിഷ്ടമായ നിലക്കടല സാദം റെഡി. ഈ വിഭവം ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും യാത്രാവേളകളിൽ കൊണ്ടുപോകാനും വളരെ നല്ലതാണ്. സൈഡ് ഡിഷിൻ്റെ ആവശ്യം തന്നെയില്ല. സാലഡ്, അച്ചാർ, പപ്പടം എന്നിവയുണ്ടെങ്കിൽ തന്നെ ധാരാളമായി. വളരെ എളുപ്പത്തിൽ രാവിലെ ഉണ്ടാക്കാനും കഴിയും. ഇന്നത്തെ ഈ സിമ്പിൾ ആൻഡ് ഹെൽത്തി വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.